ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ. ആക്ച്വലി ഇതൊരു വീക്ക് മുന്നത്തെ വീഡിയോ ആണ്. ഒരു ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഒഴിവായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ലക്കി ഭാസ്കർ മൂവി കാണാൻ പോയി. നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ. ആൻഡ് എൻ്റെ ഹസ്ബൻഡ് ദുൽഖർ സൽമാൻ്റെ ഭയങ്കര ഡൈ ഹാർഡ് ഫാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൊർണൂർ ആശീർവാദിലേക്കായിരുന്നു മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ നമ്മൾ കുറച്ച് പോപ്കോണും പെപ്സിയൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കറക്റ്റ് ടൈമിനാണ് വന്നത്. പക്ഷേ ഒരു 5 മിനിറ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് സെറ്റ് ആവാനൊക്കെ ഉള്ളൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കിഡിലൻ മൂവിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതായിട്ട് ഇഷ്ടമായി കേട്ടോ ആ മൂവി. ഓക്കെ, പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ചെറുദൂരത്തിലേക്ക് അങ്ങോട്ട് പോന്നു കേട്ടോ. ഹലോ, അപ്പോൾ അതാ ഞങ്ങളിപ്പം ചെറുതുരുത്തി എത്തിയിട്ടോ. ഞങ്ങൾ പടം കഴിഞ്ഞിട്ട് നേരെ ചെറുതുരുത്തിക്ക് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മുടെ ചെറുതുരുത്തിയുള്ള ഒരു കുട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ. കണ്ടോ, മുഖമൊക്കെ കരിഞ്ഞു പോയി ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിതപ്പോൾ ഇതിൻ്റെ പുറത്താണ്, ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ രണ്ടുപേരും. അല്ലേ അപ്പോൾ അല്ല അടാ ഏട്ടാ ഏട്ടാ ഇതൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഈ ഒരു കുട്ടൻ ബിരിയാണിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ ബിരിയാണി കഴിക്കാം കേട്ടോ. അതാണ് ഇവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇവിടുത്തെ ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണ്. ഇവിടെ ബിരിയാണി മാത്രമേ കേട്ടുള്ളൂ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു 12-11 മണിയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഇവിടെ സെർവിങ് തുടങ്ങുന്നത്. ഈ ബിരിയാണി കഴിയുന്നവരെയാണ് അവിടെ ഫുഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഒരു ഉച്ചയ്ക്ക് സമയത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പം ഞങ്ങൾ വന്ന ടൈമിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെ സെറ്റ് ആകുമ്പോഴത്തേനാണ് നമുക്ക് ഒക്കെ ശരിയായത്, നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ബിഫോർ ദാറ്റ് ഞാൻ ഇവിടുന്ന് മുന്നേ ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ഒക്കേഷനൊക്കെ ആണെങ്കിലും ഇവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യുന്നത്. നല്ല സെറ്റ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഈ ഒരു വഴി കൂടെ ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കുട്ടൻ ബിരിയാണി കയറിയിട്ട് ഇവിടുത്തെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നിങ്ങളെന്നെ. ഇനി ഞാൻ പോകുന്നത് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ എന്തായാലും ചെറുതുരുത്തി വരെ എത്തി. അപ്പം ചെറുതുരുത്തിയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗണേശഗിരി വഴിയാണ് പോകുന്നത്. അതാണ് ഇത്രയും നല്ല ഒരു രസം. ഐ മീൻ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ 2 സൈഡും കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഓൾസോ ഭയങ്കര കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതാ മുണ്ടായ എത്തി, എൻ്റെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഓക്കേ, ടക്ക് ഇതാ വരുന്നു അമ്മ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാതെ വരുന്നതെന്ന് വെച്ചിട്ട് അമ്മ ഒന്നും കഴിക്കാണ്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓൾറെഡി വരുമ്പോൾ ഞങ്ങൾ ബിരിയാണി പാർസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഇതാ ഫുഡ് കഴിക്കുകയാണ്. ഒപ്പം ഇതാ ജാഷ് ഉണ്ട് കേട്ടോ. ജാഷ് ഇങ്ങനെ അമ്മ കഴിക്കുമ്പോൾ ഇങ്ങനെ സ്വൈരം കെടുത്തുവാണ് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഓൾറെഡി കഴിച്ചതാണ്, പക്ഷെ അവന് മതിയായില്ല എന്ന് തോന്നുന്നു. പിന്നെയും ചോദിക്കുകയാണ്. പിന്നെ അവന് വരണമെന്നുണ്ടെന്ന് പേടിയുണ്ട്. അമ്മ പോയി, അമ്മ മീത പോയി. നീ പോണ്ടോ? പൊയ്ക്കോ, ഞാൻ പോവാ. വാക്കുട്ടി ചേച്ചി പോവാ മീതക്ക്. നീ വരുന്നോ? സുന്ദരി നീ വരുന്നോ? മീതിച്ച് വരുന്നോ നീ? മീത പോവാ ഗൈസ്. അവന് ചിലപ്പോ പേടിയാ, പക്ഷെ ചിലപ്പോ ഒക്കെ പെട്ടെന്ന് കയറും. ലേ നീക്ക് പേടിയല്ലേടാ?
ഇറങ്ങാൻ പേടിയില്ല. ചെലപ്പോ അവനൊരു നീ വരണോ? ജാഷ് ട്രാപ്പിഡ് കേറി ചാട് കേറിയപ്പോ ഞങ്ങൾ കൊണ്ടുപോകാത്ത കാര്യം പേടിച്ചിട്ടാണേ. വാവേ എനക്ക് പേടിയാ? നീ നടുക്കായി. അതാ വാവേ അമ്മ പോയില്ലേ ഗൈസ്. അപ്പം ഞാൻ ടെറസിൻ്റെ മീതെ കേട്ടോ, നല്ല വെയിലുണ്ട് കണ്ടപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെറസ് കണ്ടോ. നല്ല വെയിലാണ് ഗൈസ്. ഞാൻ പണ്ട് റീൽസൊക്കെ ചെയ്തിരുന്നായിരുന്നു ഇവിടെ, പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല ഗൈസ്, ഒന്നും ചെയ്യാറില്ല. ഇനി ഞങ്ങളുടെ ഇവിടെ ടെറസിൻ്റെ മീൻ നിന്നാൽ ഇവിടുത്തെ വായനശാല സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ബസ് ഒക്കെ അവിടെയാണ് വരിക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നല്ല വെയിലാണ് ഗൈസ്. കണ്ടോ, ഈ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. അയ്യോ ഇവിടെ പോയി. യെസ്, ഈ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റോപ്പ്. കണ്ടോ, ഇതാണ് ബസ് സ്റ്റോപ്പ് ഗൈസ്. ഇത് ആക്ച്വലി എൻ്റെ മാമൻ്റെ വീടിൻ്റെ ടെറസാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോഴത്തെ എൻ്റെ മാമൻ്റെ വീടാണ്. കണ്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവും. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ.